പല തിന്മകളുടെയും ശിക്ഷ പടച്ചവൻ പരലോകത്തേക്ക് മാറ്റിവെക്കും. പക്ഷെ ഉണ്ടല്ലോ, ഈ ഭൂമിയിൽ തന്നെ പടച്ചവൻ ശിക്ഷ കൊടുക്കുന്ന രണ്ട് തെറ്റുകൾ പറയുന്നുണ്ട്. ആ തെറ്റുകളിൽ ഒന്നാമത്തത് ഫിത്ന ഉണ്ടാക്കുകയാണ്. ഫിത്ന ഉണ്ടാക്കുക, മനുഷ്യന്മാർക്കിടയിൽ ഇങ്ങനെ ഗീബത്തും നമീമത്തും പരദൂഷണമൊക്കെ പറഞ്ഞ് എരുതിയിൽ എണ്ണയൊഴിച്ച് മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾക്കുള്ളിൽ ഇടിയിച്ച് മിണ്ടണ്ട, ഓളിഞ്ഞങ്ങോട്ട് എന്ത് പറഞ്ഞാൽ ഈ സലാം അടക്കണ്ട, ഈ അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട, നമ്മളെ ഭാഗമേ നോക്കണ്ട, ഈ പിണങ്ങേണ്ട നിന്നോ എന്നും പറഞ്ഞിട്ട് മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾക്കുള്ളിൽ അകൽച്ച ഉണ്ടാക്കുന്ന, ഫിത്ന ഉണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരാണോ മരിക്കാൻ കാത്തുക്കൂലോലോ പടച്ചോൻ, ഇവിടെ തന്നെ കൊടുക്കുന്ന്. ഈ ഭൂമിയിൽ തന്നെ കൊടുക്കുമ്പോലോ രണ്ടാമത്തെ ശിക്ഷ എന്താണെന്നറിയോ ഭൂമിയിൽ നിന്ന് കൊടുക്കുന്നേ? ഇനീക്വാലിറ്റി കാണിക്കുക, അഥവാ അനീതി കാണിക്കുക. എവിടെ അനീതി കാണിക്കുക? മക്കൾക്കിടയില് ആൺകുട്ടിക്കൊരു നീതി, പെൺകുട്ടിക്കൊരു നീതി. കുറ്റം കിട്ടും പഠിച്ചോണ്ടെടുത്തുന്ന്. മക്കൾക്കിടയിൽ അനീതി കാണിക്കുക. രണ്ടാമത്തെ അനീതി എവിടെയാ? മക്കൾക്കും മരുമക്കൾക്കും ഇടയിൽ അനീതി കാണിക്കുക. വലിയ ടോപ്പിക്കാ. അഷ്റഫ് കൂട്ടായ്മയിൽ വൈകുന്നേരം വരെ ഞാൻ ക്ലാസ് എടുത്താലും തീരൂല അമ്മായിയും മരുമോള് പ്രശ്നങ്ങളെ. അത്രയേറെ കേസുകളാ ക്ലിനിക്കിൽ ദിവസവും വരിക. പടച്ചോൻ ചോദിക്കൂത്രേ, ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ, നീ എന്നെ പരിപാലിച്ചില്ലല്ലോ എന്ന്. അപ്പൊ നമ്മൾ നിയന്തവായ നാഥ, ലോകരക്ഷിതാവായ അള്ളാഹുവേ, നിനക്ക് രോഗമോ, നിന്നെ രോഗം ബാധിക്കുമോന്ന്. അപ്പൊ പടച്ചോൻ ചോദിക്കും, എന്റെ അടിമ, എന്റെ ദാസൻ, എന്റെ അടിമ രോഗിയായില്ലേ, നീ ആ രോഗിയെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ, നീ ആ രോഗിയെ പരിപാലിച്ചിരുന്നുവെങ്കിൽ, ആ രോഗിയിൽ നിനക്ക് എന്നെ കാണാമായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അത്ര പ്രാധാന്യമുണ്ട് രോഗിയായ, നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു മനുഷ്യനെ പരിചരിക്കുന്നതിന്. എങ്കില് പ്രായമായ ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടെങ്കിൽ അത് അമ്മായിമ്മയായിക്കോട്ടെ, അമ്മോശാക്കയായിക്കോട്ടെ, നോക്കല് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഇക്വാലിറ്റി കാണിക്കുക. മരുമകളല്ല പ്രിയപ്പെട്ടവരെ, മറുമകൾ എന്നാണ്. മകളുടെ മറുഭാഗമാണ് മറുമകൾ. അതുകൊണ്ട് മകളെ എങ്ങനെയാണോ ഞാൻ സ്നേഹിക്കുന്നത്, അതുപോലെ മരുമകളെയും എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ശരണം തേടി വന്നവളാണ് എന്റെ മകൾ, എന്റെ മരുമകൾ. അവളെ എന്റെ മകളെ പോലെ സ്നേഹിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ഇല്ലേ? അനീതി കാണിച്ചോ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ പ്രിയപ്പെട്ടവരെ പടച്ചോൻ നമ്മെ ശിക്ഷിക്കുമെന്നാണ് പടച്ചോൻ പറയുന്നത്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ച മകനും ഏറ്റവും മികച്ച മകളും ഏറ്റവും നല്ല സഹോദരങ്ങളുമായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങൾ സഹോദരൻ